റോസ്മല കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിൽപ്പെട്ട കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ഒരു വാർഡാണ് റോസ്മല. ആര്യങ്കാവ് വനം റേഞ്ചിനും തെന്മല വന്യജീവി സങ്കേതത്തിനും ഇടയിലാണ് റോസ്മല സ്ഥിതി ചെയ്യുന്നത്. സോ ഗുഡ് മോർണിംഗ് ഗൈസ്, അനദർ ഡേ അനദർ റൈഡ്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ റോസ്മല യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ട്രിവാൻഡ്രം ടു തെന്മല, അങ്ങനെയാണ് റോസ്മല പോകുന്നത്. ഒരു നല്ലൊരു യാത്രയാവുമെന്ന് വിശ്വസിക്കുന്നു. മഴയുണ്ട് ഇടയ്ക്കായിട്ട്. നമ്മളിപ്പോൾ നെടുമങ്ങാട് വഴി ടച്ച് ചെയ്താണ് പോകുന്നത്. സോ യാ, അവിടെ ആയിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് ചെടിയല്ലേ എടാ, പൂവല്ലേ? തെന്മല. പിന്നെ ഇന്നലെ വണ്ടി സർവീസൊക്കെ ചെയ്തായിരുന്നു. സോ അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഇന്ന് റോസ്മല വിടാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഫോൾസ് ന്യൂട്രലും വീഴുന്നുണ്ട്. തേർഡ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ട്. സോ അതെന്താണെന്ന് അറിയത്തില്ല. അതിനി ഒന്ന് ചെക്ക് ചെയ്യണം. അത് പിന്നെ എക്സ്പൾസിൽ നിന്നുള്ള ചെളിയെല്ലാം അടിച്ച് കയറുന്നുണ്ട്. അതാണ് വേറെ സീൻ. ഇതിൻ്റെ പിറകെ കൂടെ പോയാൽ അടിതട്ടി ഗൈസ്. നല്ല കിട്ടില്ല റോഡ്, ഒരു രക്ഷയില്ലാത്ത റോഡ് ഗൈസ്. നല്ല കിട്ടിലും വളവും. പക്ഷേ ഇടയ്ക്കൊന്ന് വലത്തെ സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് കിടത്തിയത്, ബ്രേക്ക് പെഡൽ ചെറുതായിട്ടൊന്ന് കയറി ഉറങ്ങിയായിരുന്നു. അപ്പോൾ ചെറിയ പ്ലേ പ്രശ്നമുണ്ട് കണ്ട. കിടിലം റോഡും നല്ല കിടിലം വൈബും ഉണ്ട്. ഒന്നാമതായതുകൊണ്ട് വലിയ തിരക്കുമില്ല. സോ ക്രൂസ് ചെയ്ത് പോകാനും പറ്റും, എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല നല്ല രസമുണ്ട്. ക്ലൈമറ്റും കൊള്ളാം. ഒരു രക്ഷയില്ലാത്ത വ്യൂ ഗൈസ്. മാൻ, ഓ വിഷയം എന്താ പറയാ. നല്ല രസമുണ്ട് കാണാനതൊക്കെ. വാവ് മാൻ. ഇങ്ങോട്ട് കയറിയപ്പോൾ നല്ല തണുപ്പും ഉണ്ട്, നല്ല രസമുണ്ട്. വാട്ട് എ വൈബ്. ഓ മാൻ, സീന്. ഓ ബായ്, സീന്. ഓ വിഷ്വൽ ബ്യൂട്ടി മാൻ. അത് ഒരു പ്രകൃതിയുടെ മാജിക് എന്നൊക്കെ പറയില്ല, അതേപോലെ രണ്ട് സൈഡും വിഷയം. വലിയ ഉച്ചയനക്കുമില്ല, നല്ല കിട്ടിലും നല്ല വൈബുണ്ട്. അത് കാണുന്ന ഡാമാണ്. നിങ്ങൾ വന്നിട്ടുള്ളവർക്ക് അറിയായിരിക്കും. വിഷയം. രണ്ട് സൈഡും നല്ല പച്ചപ്പും. ഓ മാൻ, ഡാം കല്ലട ദാസ്. ഗൈസ് നല്ല കിടിലൻ ആംബിയൻസ് ഗൈസ്.
വെച്ചാൽ എന്താ പറയുക, നല്ല കിടിലും തണുപ്പും രക്ഷയില്ല. ഞാനിത് കുറേ പ്രാവശ്യം പറയുന്നറിയാം, എങ്കിലും എന്താ പറയുക, അത് ഒരു മാജിക് എന്നാണ് ഞാൻ പറയാം പ്രകൃതിയുടെ. And finally we reached at Tenmala, guys. Woohoo! Let's go, boy. Let's go. ഇനിയാണെന്ന് തോന്നുന്നു ആ ഫേമസ് ആയിട്ടുള്ള റെയിൽവേ ആ ബ്രിഡ്ജ് ഉള്ളത്. Man, look at that visual beauty. ആഹാ ഹാ 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 ഹാ. Oh yeah, this is the famous bridge, guys. Yes, this is the spot. വിഷയം സത്യം പറയാ, ഇന്നും ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. വലിയ ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. യാ, കൊള്ളാം, നല്ല വൈബുള്ള സ്ഥലം തന്നെയാണ്. അമ്മേ, നീ കണ്ടാ അത്? എന്താന്ന് കണ്ടാ? ആര് പറഞ്ഞേന്ന്? ഓ ഓ ഓ ഓ ഓ അയ്യോ, എക്സ്പൾസ് ഉള്ളതിൻ്റെ അഹങ്കാരം. ഹൈ, ഓ ഡാർക്ക് അമ്മേ. കേസ് നമ്മളങ്ങനെ റോസ്മല എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് ഓഫ് റോഡ്. പകുതി വരെ റോഡ് ഭയങ്കര മോശമാണ്, പിന്നെ അതിനുശേഷമാണ് പിന്നെയും ടാറിങ്ങൊക്കെ വന്നിട്ട് നൈസായിട്ട് പോകുന്നത്. ഭയങ്കര ഷോക്കെന്ന് വെച്ചാൽ ഭയങ്കര ഷോക്കാണ്. പിന്നെ അതുപോലെ തന്നെ പെട്രോൾ പമ്പൊക്കെ അടുത്തില്ല. സോ നേരത്തെ പെട്രോളൊക്കെ അടിച്ചിട്ട് വരുന്നതാണ് നിങ്ങൾക്കും നല്ലത്. അതേപോലെ തന്നെ ഇതുപോലത്തുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ മാക്സിമം വണ്ടിയൊക്കെ ഒന്ന് സർവീസ് ചെയ്തെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ് നല്ലത്. കാരണം അങ്ങോട്ട് കുറച്ച് സീനാണ് വഴി. സീനാണെന്ന് ഉദ്ദേശിക്കുന്നത് മീൻസ് മറ്റേ വലിയ ട്രയൽസ് പോലെയല്ല. ഇതുപോലത്തുള്ള ഓഫ് റോഡ് വണ്ടികൾക്ക്, അഡ്വഞ്ചർ വണ്ടികൾക്കാണെങ്കിൽ സുഖമായിട്ട് പോകും. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലത്തുള്ള സിറ്റി പർപ്പസ് ആയിട്ടുള്ള ഇതുപോലത്തുള്ള ക്രൂസർ മെഷീൻസിലൊക്കെ ഭയങ്കര പാടായിരിക്കും. വണ്ടിക്കും പാടാണ്, നമുക്കും പാടാണ്. സോ ഗൈസ്, ഇതുപോലെ കുറച്ച് റോഡ് ടാറിട്ട റോഡുണ്ട്. അതാണ് ഏക ആശ്വാസം. പിന്നെ വീണ്ടും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ഉരുളും കല്ലുകളും സീനാണ് റോഡ്. സോ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനത്തെ ഉള്ള സ്പോട്ടിലൊക്കെ വരികയാണെങ്കിൽ മാക്സിമം വണ്ടിയൊക്കെ ഒന്ന് സർവീസൊക്കെ ചെയ്ത് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരുന്നതാണ് നല്ലത്. ബ്രേക്സും എന്തായാലും തിരിച്ചിറങ്ങാൻ നേരത്ത് നല്ല പാടായിരിക്കും. നല്ല തണുപ്പുണ്ട് കേട്ടോ.
പാമ്പാ? ഓ പാമ്പ്. Yeah, this is the spot. What to do, man? Typical auto driver, huh? What to do? And scene. Okay. Allah. വിഷയം. No words, man. The beauty of nature. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതോ ആ കൊമ്പിലൊരു ഓട്ടയൊക്കെ ആക്സിഡൻ്റ് ആയിട്ട് തൂങ്ങിക്കിടന്നു. പിന്നെ തിരിച്ചിറങ്ങിയപ്പോൾ ആ ഓട്ടയെ കാണാനില്ല. അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഓട്ടയല്ലേ കിടക്കുന്നത്? ഓ ഓക്കെ. കൊള്ളാം, പീസ്ഫുള്ളാണ് ഇവിടെ. എനിക്ക് മനസ്സിലാകാത്ത ആൾക്കാർ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും എന്തിന് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിച്ചിട്ട് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്ര നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും ഇവർ വന്നിട്ട് പ്ലാസ്റ്റിക്കും ഈ പറഞ്ഞ പോലെ വൈ മാൻ. ഇല്ല നീ പേടിക്കാതെ, അതാ ഫുള്ള് സുഖമായിട്ട് കയറ്റി. ഇത് കുറച്ച് ദൂരത്തേക്ക് നല്ല റോഡ് കാണും. പിന്നെ വീണ്ടും ഇതുപോലത്തെ ചെറിയ 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 കല്ലുകളുള്ള ചെറിയ ചെറിയ റോഡുകൾ. ആ ഓക്കെ. ഓ ഒഴുക്കുണ്ടല്ലേ? നമ്മളവിടെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അവർ ആ ജീപ്പിൽ വന്നവർ പുള്ളിക്കാരൻ നൈസായിരുന്നു. പുള്ളിക്കാരെ റിവർ ക്രോസിങ് ചെയ്തിട്ട് കട്ട് ഓഫ് ഒക്കെ അടിച്ചു ജീപ്പൊക്കെ കൊണ്ട്. കൊള്ളാം, നൈസ് വൈബ്. സോ ഗൈസ്, ഇതാണ് ചെക്ക് പോസ്റ്റ് അല്ല ടിക്കറ്റ് സ്റ്റേഷൻ. ടിക്കറ്റ് ഇല്ല ഇവിടെ. നമ്മുടെ വണ്ടീൻ്റെ നമ്പറും നമ്മുടെ ഡിസ്ട്രിക്റ്റും സ്ഥലം ഇവിടെ എത്ര മതി. പിന്നെ എന്താ അടക്കം ഓണായോണ്ടായിരിക്കും. പൈസ കൊടുക്കണ്ടല്ലോ. അന്ന് അവിടെ പൈസ കൊടുത്തില്ലല്ലേ. ഇനിയാണ് നല്ല കിടിലൻ റോഡ്. യാ ചെക്കിങ് അല്ല. ഫോൺ നമ്പർ വണ്ടി ഇരുന്നത് നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ ചോദിച്ച് എഴുതി വയ്ക്കും. അത് സീൻ ഗൈസ്. വിഷയം എത്തിയിട്ടില്ല, ഇനിയുണ്ട്. ഇനി അടുത്ത് കുറച്ച് വീടുകളൊക്കെ ഉള്ള ഏരിയയാണ്.
ഞങ്ങൾ വിചാരിച്ച് വെറുതെ പെട്രോൾ കളയുന്ന എന്തിനാ, അതുകൊണ്ട് കീ ഒന്ന് ഓഫ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. അറിയാം കീ ഓഫ് ചെയ്ത് ABS ഒന്നും കിട്ടത്തൊന്നുമില്ല, അതെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. ശാന്തി സമാധാനം. വാഹോ. പക്ഷെ അഡ്വഞ്ചർ ബൈക്കുള്ളവർക്കൊന്നും അറിയേണ്ട, സുഖമായിട്ട് അങ്ങ് പോവാം. ഇതുപോലുള്ളവർക്കാണ് സീൻ. സത്യം പറയാൻ മടുത്തു. അതെന്ന് വെച്ചാൽ അത്രയും വല്ലാത്തൊരു മോശം റോഡല്ലേ. അതെ, നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ കുറേ ഡിസ്റ്റൻസ് കവർ ചെയ്ത് വന്നിട്ട് ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു ഗ്രാമം പോലത്തെ ഒരു ഇതുണ്ട്, കുറേ വീടുകളും. അപ്പോൾ ഇവർക്ക് ട്രാവൽ ചെയ്യാനാണ് പാട്. കാരണം ഇവിടെ എന്ന് വെച്ചാൽ എന്താ, രാത്രിയൊന്നും വലിയ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. അതേപോലെ തന്നെ വണ്ടികൾ ഉണ്ടെങ്കിൽ തന്നെ പാടാണ്. ഒരാൾക്ക് വയ്യാതൊക്കെ ആയാൽ ഭയങ്കര സീനാണ്. അത്രയ്ക്ക് മോശം റോഡുമാണ്. സോ അത് വല്ലാത്തൊരവസ്ഥയാണ് ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ. ഇവിടെ നിന്ന് കുറച്ച് ദൂരം നല്ല റോഡാണ്, അത് കഴിഞ്ഞ് ഒരു മുടുക്ക് പോലെയൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്തൂടെയാണ് അടുത്ത് പോകാൻ. പിന്നെ ആകെയുള്ള ആശ്വാസം എന്ന് വെച്ചാൽ അവിടെ ചെന്നാലും നമ്മൾ വെയിൽ കൊള്ളേണ്ട ഒരു സിറ്റുവേഷൻ വരത്തില്ല. കാരണം അവർ അവിടെ തന്നെ ഒരു ഷെഡ് അടിച്ച് വെച്ചിട്ടുണ്ട് ഇരിക്കാനൊക്കെ ആയിട്ട്. സോ അതിൻ്റെ കാര്യത്തിൽ നോ പ്രശ്നം. പോലെ കുറച്ച് ദൂരം അകത്ത് കയറി വരുമ്പോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും, കടകളും വീടുകളും. പക്ഷേ ഇവർക്ക് എന്തുണ്ടെങ്കിലും തിരിച്ചിറങ്ങേണ്ടത് ആ വഴിയാണ്. പക്ഷേ ഇത് വേറെ വഴിയുണ്ടോ എന്ന് അറിയത്തില്ല, ടിയാഗയൊക്കെ കിടക്കുന്നു. കാരണം ഇങ്ങനത്തെ റൂട്ടിൽ കൂടെ നല്ല വഴി കാണുമായിരിക്കും ഏതെങ്കിലും സൈഡിൽ കൂടെ. നോക്കാം. വേറെ ഒന്നുമല്ല, ചന്തി വേന എടുക്കുന്നത്, അതുകൊണ്ടാണ്. അയ്യോ. സോ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു ജംഗ്ഷൻ കാണാൻ പറ്റും. സോ നമുക്ക് റൈറ്റിലാണ് പോകേണ്ടത്. റൈറ്റിൽ എന്ന് പറഞ്ഞാൽ കുറേ വീടുകളുടെ ഇടയിൽ കൂടെയൊക്കെയാണ് ഈ റൂട്ട് പോകുന്നത്. ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റോടെ കാണാം. അവിടെയും എഴുതി കൊടുക്കണമെന്നാണ് തോന്നുന്നത്, ഞാൻ മറന്നുപോയി. അവിടെ എന്താ പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് നേരെ കാണാൻ പറ്റും ഒരു ടവർ പോലത്തെ. പടച്ചോനെ സീന്. ഏകദേശം 3.5-4 മണിക്കൂർ സന്തുഷ്ടനായിട്ട് യാത്ര ചെയ്ത് തന്നെ ഒരു ചെറിയ കല്ല് മാനസികമായി ഇല്ലാതാക്കിയ ഒരു നിമിഷമായിരുന്നു അത്. അയ്യോ, ഇല്ല ഇരിക്കത്തില്ല. ഇല്ല അങ്ങോട്ട് വരാം. സീൻ. എന്തി ബെസ്റ്റ്. അത് പക്ഷെ അത്രയ്ക്കുള്ള ഇതില്ലായിരുന്നല്ലോ അത്. കൂടെയുള്ള സുഹൃത്തുക്കളെല്ലാവരും എന്നെ ആശ്വസിപ്പിച്ചെങ്കിലും ഒരു നിമിഷത്തേക്ക് എൻ്റെ മൈൻഡ് ബ്ലാക്ക് ഔട്ടായി പോയ നിമിഷമായിരുന്നു. ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്തിട്ട്. അതുകൊണ്ട് തന്നെ വാച്ച് ടവറിലെ ആ മനോഹരമായ ദൃശ്യങ്ങളൊന്നും തന്നെ എനിക്ക് പകർത്തുവാൻ സാധിച്ചില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാം മറന്ന് വാച്ച് ടവറിലേക്ക് മുന്നോട്ട് നീങ്ങി. ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് 50 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ഇപ്പോൾ ടൈം 1:16 ഉച്ചയായി. സോ വലിയ ചെറിയ വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റുണ്ട്. പിന്നെന്താ, ഇന്ന് നല്ല കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ബഹളങ്ങളും. ഇതേപോലത്തെ സ്ഥലങ്ങളിൽ എന്താ പറയുക, കുറച്ച് പീസ്ഫുള്ളായിട്ട് ഇരിക്കാനൊക്കെയാണ് നമ്മൾ കുറേ പേര് ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്താ കുറേ പേര് ഇവിടെ മറ്റേ പാർട്ടി ബോക്സും അതും കൊണ്ടുവന്ന് പാട്ടിടലും, അല്ലാതെ ആൾക്കാർ ഉറച്ച് സംസാരിക്കുന്നത്, അതൊക്കെ വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ആവും. കാരണം നമ്മൾ ഇതൊരു പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. കാരണം കാറ്റും ഈ ഇവിടെ തന്നെ ഒരുപാട് പക്ഷികളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സൗണ്ടൊക്കെ കേട്ട് ഒന്ന് ചില്ലായിട്ട് നമ്മളൊന്ന് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ വരുന്ന സ്ഥലത്ത് ഇവിടെ എന്താ പറയുക,
സോ സാഡ് മാൻ. എന്തായാലും ഇനി വണ്ടി ശരിയാക്കാൻ എത്രയാവുമെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം. അപ്പോൾ ബൈ ഗൈസ്, അതും കൂടെ പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ കൂടെ എടുത്തത്. എനിവേ റോസ്മേൻ്റെ ട്രിപ്പ് ഇസ് നൈസ്. ഞാൻ എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്, ഞാനൊന്ന് സൈഡൊന്ന് കയറിപ്പോയതാണ്, ചെറിയൊരു കല്ലിൽ കയറി ഇടിച്ച്. എനിവേ ബൈ ബൈ.